നമ്മളുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, AC के बजाय जनरल कोच से सफ़र का आनंद लेना इसका मतलब क्या हो सकता है? അതായത് AC കോച്ചിന് പകരം ജനറൽ കോച്ചിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ലഭിക്കുന്നു. ഇതിനെപ്പറ്റി എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ആൻസർ ഞാൻ വായിക്കാം. പതി ने शादी के लिए जनरल कोच में യാത്ര करना चाहता है. അതായത് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഭർത്താവ് കല്യാണത്തിന് ജനറൽ കോച്ചിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ജനറൽ കോച്ച് में സാധാരണ ലോക യാത്ര करते हैं. അതായത് ജനറൽ കോച്ചിലാണ് സാധാരണ ആളുകളൊക്കെ യാത്ര ചെയ്യുന്നത്. AC लोगों के साथ यात्रा करना बहुत अच्छा अनुभव होगा. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? സാധാരണ ആളുകളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സന്തോഷവും ഒരു സമാധാനമൊക്കെ ലഭിക്കും എന്നാണ് ഇദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ ചോദ്യമാണ്, യുവതി കാ ഗല രൂത്ത് ജാനെ കാ കാരൺ ക്യാ ഹോ സക്താ ഹെ? ഇതിൽ ഷാള് വിൽക്കുന്ന ആ പെൺകുട്ടിയുടെ തൊണ്ട ഇടറാനുള്ള കാരണം എന്തായിരിക്കും? പത്നി ने कम पैसा में ഷാൾ ഖരീദന ചാഹത്തി थी. അതായത് ഇതിലെ ഭാര്യ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും വളരെ പൈസ കുറച്ച് ഷാള് വാങ്ങാനാണ് വിചാരിച്ചിരുന്നത്. इससे युवती को अपना मेहनत का फल नहीं मिलता होगा. അതായത് ഈ ഷാള് വിൽക്കുന്ന പെൺകുട്ടിക്ക് തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഒന്നും തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല. पैसा बहुत कम करने के कारण दुख होने पर उसका गला रूठ गया होगा. അതായത് ഇത്ര കഷ്ടപ്പെട്ടിട്ടും ആ ഭാര്യ ഇങ്ങനെ വിലപേശി സാധനം വാങ്ങുമ്പോൾ, അതായത് വളരെ കുറഞ്ഞ റേറ്റിൽ ഷാള് മേടിക്കാമെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് വളരെ സങ്കടമാവുകയും അത് കാരണം അവൻ്റെ തൊണ്ട ഇടറുകയും ചെയ്തു. അതാണ് ഈ സന്ദർഭത്തിലെ കാരണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, वो एक बार में ही 100 में मान गई, गलती की, थोड़ा तोड़मोल और करना चाहिए था. इस कथन में से लोगों के किस मनोभाव का परिचय मिलता है? അതായത് ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ 100 രൂപയ്ക്ക് സമ്മതിച്ചു, നമുക്ക് കുറച്ചും കൂടി വില പേശിയിരുന്നെങ്കിൽ കുറച്ച് പൈസ കൂടി കുറഞ്ഞേനെ എന്നാണ് ആ ഭാര്യ പറയുന്ന സന്ദർഭമാണ് ഇവിടെ കൊടുത്തേക്കണേ. ഇതിൽ നിന്നും ഈ സ്ത്രീയുടെ എന്ത് തരത്തിലുള്ള മനോഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? യഹാം പത്നി ബഹുത് തോൽമോൽ കർക്കെ ഷാൾ ഖരീദ്തി ഹെ. അതായത് ഈ ഭാര്യ വളരെ വിലപേശിയാണ് ഷാൾ വാങ്ങുന്നത്. ഇസ് പത്നി ബഹുത് ലാലച്ചി ഹെ. ഇതിൽ പറയപ്പെടുന്ന ആ ഭാര്യ വളരെ അത്യാർത്തിയുള്ളൊരു വ്യക്തിയാണ്. ബഡി ബഡി ദുക്കാനോമേം ഓർ മാളോമേം പൂര പൈസ ദേക്കർ സാമാൻ ഖരീദ്തി ഹെ. നമ്മൾ സാധാരണ ഒരു കടയിലോ അല്ലെങ്കിൽ മോളിലോ പോകുമ്പോൾ എന്താണ്, നമ്മൾ വില പേശോ ഇല്ല. അതിൽ എഴുതിയിരിക്കുന്ന വില എന്താണോ അതിനനുസരിച്ച് നമ്മൾ കൊടുത്തിട്ട് പോരുകയാണ് ചെയ്യണത്. ഗരീബ് വാലോംകോ അപ്പന മെഹനത്ത് കാ ഫൽ നെഹി മിൽത്താ ഹെ. അപ്പം പാവപ്പെട്ടവർക്ക് എന്താണ്, അവരെത്ര അധ്വാനിച്ചാലും അവരുടെ ആ ഒരു അധ്വാനത്തിൻ്റെ ഫലം അവർക്ക് ഒരിക്കലും ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, ഉൻകി ആംഖോ മേ ഭി വഹി നമി थी जो आज उस युवती की आंखों में थी. लेखक के पिताजी और उस युवती में कौन सी समानता हो सकती है? അതായത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ട ആ നനവ് അല്ലെങ്കിൽ ആ ഒരു വിഷമം ഇന്നെന്താണ് ആ പെൺകുട്ടിയുടെ കണ്ണുകളിലും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഇതിൽ ലേഖക് പിതാജീനെ പറ്റി ഓർക്കണ ഒരു സന്ദർഭമാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പിതാജിയും ഈ കണ്ട കുട്ടിയും തമ്മിൽ എന്തെല്ലാം സമാനതകളാണ് ഉള്ളത്? ലേഖക് കെ പിതാജി ബച്പൻ മേം റെയിൽഗാഡി മേം സാമാൻ ബേച്ച്തി थी. ഇതിൽ ലേഖകൻ്റെ അച്ഛൻ എന്താണ്, റെയിൽഗാഡിയിൽ അതായത് തീവണ്ടിയിൽ സാധനം വിറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിതാജി കോബി കം പേസേമേം സാമാൻ ബേച്ച്ന പറ്റാത്ത. ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും എന്താണ്, വളരെ തുച്ഛമായ പൈസക്ക് സാധനങ്ങൾ വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. തബ് വ്യാപാർ മേം നഷ്ട ഹോ ജാത്തി ഹെ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ്, കച്ചവടത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കും. ഏസി ഹാലത് മേം ഉനി ദുഃഖ ഹോതാത്ത. ഇങ്ങനെ സംഭവിക്കുന്ന സന്ദർഭങ്ങളിൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ പിതാജിക്ക് വളരെ ദുഃഖമുണ്ടായിട്ടിരുന്നെന്നാണ് അദ്ദേഹം പറയുന്നത്.
യഹാം ഇസ് യുവതി കി ഹാലത് ഭി സമാൻ ഹെ. ഇവിടെ എന്താണ്, ആ യുവതിയുടെ അവസ്ഥയും അതേപോലെ തന്നെയാണ്. ദോനോം ലോഗോം കോ അപ്നി മെഹനത് കാ ഫൽ നഹി മിൽതി ഥി. രണ്ടുപേർക്കും എന്താണ്, അവർ അധ്വാനിക്കുന്നതിനനുസരിച്ച് അവർക്ക് കൂലി കിട്ടുന്നില്ല. അതായത് ചുറ്റുമുള്ളവരെന്താണ്, അവരെ ചൂഷണം ചെയ്ത് അവരുടെ അധ്വാനത്തിന്റെ ഫലം കാണാണ്ട് ഇതേപോലുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, അവരുടെ ജീവിതത്തിൽ എപ്പോഴും നഷ്ടം അല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സമാനതയാണ് അദ്ദേഹത്തിന്റെ അച്ഛനും അന്ന് കണ്ടുമുട്ടിയ ആ ഷാള് വിൽക്കുന്ന പെൺകുട്ടിക്കും ഉള്ളതായിട്ട് തോന്നിയത്. അപ്പോൾ നമ്മുടെ ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഖിഡ്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹിന്ദി ടു മലയാളം ട്രാൻസ്ലേഷൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കണ്ടിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.